തിരികെ വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ പിണറായി വിജയനെ സംരക്ഷിച്ച മകൾ വീണ വിജയൻ CMRL എക്സാലോജിക് കരാറുകളിൽ പിണറായി സ്വാധീനം ചെലുത്തിയതായി അറിയില്ലെന്നാണ് വീണ EDക്ക് മൊഴി നൽകിയത്. കർത്ത പിണറായി ബന്ധത്തെക്കുറിച്ചും ഒന്നും അറിയില്ല എന്നും വീണ പറയുന്നു. വീണയ്ക്ക് കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് എന്ന് ശശിധരൻ കർത്തയുടെ മൊഴി നേരത്തെ വന്നതാണ്. നിഷ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിഷ, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ, കാരണം അച്ഛനെ സംരക്ഷിക്കാൻ മകൾക്ക് ഇതല്ലാതെ മറ്റെന്ത് പറയാൻ സാധിക്കും? പക്ഷേ ഇതെല്ലാം തെറ്റായ മൊഴികളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛനും മകൾക്കുമൊക്കെ പിടി വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വേണ്ടേ കരുതാൻ നിഷ? ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് EDക്ക് ചോദ്യം ചെയ്യാം, അതിന് തടസ്സങ്ങളൊന്നുമില്ല, സമൻസ് അയച്ച് വിളിച്ചു വരുത്താം എന്നുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഈ മാസപ്പടി കേസിൽ പിണറായി വിജയന് ബന്ധമൊന്നുമില്ല എന്ന തരത്തിൽ വീണ EDക്ക് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് CMRLന്റെ സ്ഥാപക MD ശശിധരൻ കർത്തയുമായി പിണറായി വിജയന് വ്യക്തിബന്ധമുണ്ടോ അല്ലെങ്കിൽ സൗഹൃദമുണ്ടോ എന്ന കാര്യമൊന്നും തനിക്കറിയില്ല എന്നാണ് വീണ 2 തവണയും ED ഓഫീസിൽ ഹാജരായി മൊഴി നൽകിയപ്പോൾ EDയോട് പറഞ്ഞത്. എന്തായാലും ED വീണയുടെ മൊഴികൾ കൂടുതൽ പരിശോധിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനെയും ഈ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളുടെ മുന്നോടിയായി തന്നെയാണ് വീണ 2 തവണ നൽകിയ മൊഴികളും ED പരിശോധിക്കുന്നത്. 2024 ആലുവയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് പിണറായി വിജയനുമായി ഉണ്ടായിരുന്ന വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ പേരിലാണ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഈ IT7 കരാർ നൽകിയത് എന്നാണ് അന്ന് ശശിധരൻ കർത്ത പറഞ്ഞിരുന്നത്. എന്തായാലും പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലും ഒക്കെ തന്നെ ശശിധരൻ കർത്ത പിണറായി വിജയനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് വീണയ്ക്ക് ഇത്തരത്തിൽ CMRL IT7 കരാർ നൽകിയത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയനുമായുള്ള അടുപ്പത്തിലാണ് വീണയ്ക്ക് കരാർ നൽകിയതെന്ന ശശിധരൻ കർത്ത EDക്ക് നൽകിയ മറുപടികളെ ഒക്കെ തന്നെ ആശ്രയിച്ചാണ് ഇനി വീണ നൽകിയ മറുപടികളും ED പരിശോധിക്കുന്നത്. എന്തായാലും കൊച്ചി ED ഓഫീസിൽ 2 തവണ മൊഴി നൽകിയപ്പോഴും ശശിധരൻ കർത്ത പിണറായി വിജയനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് വീണ പറഞ്ഞത്. എന്തായാലും അച്ഛനുമായി സൗഹൃദമുണ്ടെങ്കിൽ അതെല്ലാം അച്ഛന് മാത്രമേ അറിയൂ എന്നാണ് വീണ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും മൊഴികളിലെ അവ്യക്തത നീക്കാനായി വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2 തവണ വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നത്. എന്തായാലും ഉടൻ തന്നെ വീണയ്ക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ED. ഓക്കെ നിഷ, വ്യക്തമാണ്. ഈ CMRL കേസിൽ അച്ഛനെ സംരക്ഷിക്കുവാൻ മകളുടെ ചില നീക്കങ്ങൾ നടക്കുന്നു, തെറ്റായ മൊഴികൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിഷയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.